അല്ല, വഖഫ് നിയമം പാസ്സാക്കിയ ദിവസം മുതൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ആണല്ലോ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി. അവർ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പ്രചരണം മുസ്ലിങ്ങളുടെ ഭൂമികൾ മുഴുവൻ പിടിച്ചെടുക്കാൻ പോകുന്നു, അവരുടെ പള്ളികൾ പിടിച്ചെടുക്കാൻ പോകുന്നു, അവരുടെ മദ്രസകൾ പിടിച്ചെടുക്കാൻ പോകുന്നു. ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, വലിയൊരു ഭൂമാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം മുസ്ലിം സമുദായം തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി നൽകുന്ന വഖഫ് ഭൂമികളെല്ലാം തന്നെ സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നുണ്ട്. അത് ഒരിടത്ത്, കേരളത്തിലെ ഒരിടത്ത് മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ അവർക്ക് കിട്ടേണ്ട വരുമാനം, പള്ളികൾക്ക് കിട്ടേണ്ട വരുമാനമെന്ന് അവർക്ക് കിട്ടാതെ വരികയും അവരുടെ സ്വത്തുക്കൾ മറ്റുള്ളവർ കയ്യേറുന്നുണ്ട്, അവരുടെ സമുദായത്തിൽ പെട്ടവർ കയ്യേറുന്നുണ്ട്. ഇങ്ങനെ സ്വകാര്യ വ്യക്തികളെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, പലരും കയ്യേറി അവർക്ക് അർഹതപ്പെട്ട കൂടി നഷ്ടപ്പെടുന്നു. പക്ഷേ മറുവശത്ത് ഈ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെയൊക്കെ ഭൂമി വഖഫിൻ്റെ പരിധിയിൽപ്പെടുത്താനുള്ള കിരാതകമായ ശ്രമവും നടക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. അർഹതമായത് സമുദായത്തിൽ ലഭ്യമാവുകയും വേണം. അനർഹമായി മറ്റുള്ളവരുടെ ഭൂമികൾ തട്ടിപ്പറിക്കുന്ന ഒരു രീതികൾ രാജ്യത്തുണ്ട്, അത് അവസാനിക്കുകയും വേണം. കാരണം മുനമ്പത്തടക്കം, തമിഴ്നാടടക്കം, കർണാടകയിലടക്കം, ബംഗാളിലടക്കം, രാജ്യത്തിൻ്റെ അങ്ങനെ പല കോണുകളിലടക്കം, മധ്യപ്രദേശിലടക്കം കർഷകരുടെ ഭൂമികൾ വഖഫിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഈ നിയമത്തിലൂടെ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. ഇവിടുത്തെ സിവിൽ നിയമങ്ങളെല്ലാം തന്നെ നമ്മുടെ പരമാധികാരത്തിന് മുകളിലേക്ക് വരാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് മതനിയമമല്ല നിലനിൽക്കുന്നത്. ഇവിടെ സുപ്രീം കോടതിക്ക് അധികാരമില്ലായിരുന്നു, ഹൈക്കോടതികൾക്ക് വഖഫുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതികൾക്ക് മുകളിലേക്ക് വഖഫ് നിയമം ഒരു കിരാതക നിയമമായി മാറി. അതിനെന്തായാലും കേന്ദ്ര സർക്കാർ അന്ത്യം കുറിച്ചിരിക്കുന്നു. എല്ലാ നിയമവും ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾക്കും കീഴിൽ മാത്രമാണ്. ശരി.